നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രോഡക്റ്റിന് വില വളരെ കൂടുതലാണ്, ഞാൻ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങിക്കാം, എനിക്ക് ഒരു മാസം സമയം വേണം ചിന്തിക്കാൻ, ഞാൻ വാങ്ങിക്കുവാണേ നിൻ്റെ കയ്യിൽ നിന്നേ വാങ്ങിക്കുള്ളൂ, നീ ഇപ്പോൾ പൊക്കും. ഇതെല്ലാം ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ വിൽക്കാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷനുകളാണ്. പേയ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഒബ്ജക്ഷൻസ് പറയും നമ്മുടെ കസ്റ്റമേഴ്സ്. പക്ഷെ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ സെയിൽസ്മാനോ ആയിട്ടുള്ള നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ സെയിൽസ് അവിടെ നടക്കും. ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അത് വലിയ ടീമുള്ള ബിസിനസ് ആണെങ്കിലും സെൽഫ് എംപ്ലോയ്മെൻ്റ് ഉള്ള ബിസിനസ് ആണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉള്ള ബിസിനസ് ആണെങ്കിലും വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെയിൽസ് തന്നെയാണ്. സെയിൽസ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിനും നിലനിൽപ്പില്ല. പക്ഷേ സെയിൽസ് വിജയിപ്പിക്കുന്നത് ആരാണ്? സെയിൽസ് ടീം അംഗങ്ങളാണ്. അത് പക്ഷേ നിങ്ങൾ തന്നെ വിൽക്കാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങളാവാം. വിൽക്കാൻ നന്നായിട്ട് അറിയണം. ഒരു കസ്റ്റമറോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമർ പറയുന്ന ഓരോന്നിനും ഉത്തരം പറയേണ്ടത്. പേയ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് കസ്റ്റമർ പറയുന്ന ഓരോ ഒബ്ജക്ഷനുകളുണ്ട്. വില കൂടുതലാണ്, ഇപ്പോൾ വേണ്ട, നിങ്ങളുടെ ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ, ISO സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഇല്ല, ഞാൻ ഇപ്പോൾ വാങ്ങുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങിക്കാം, ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം, വാങ്ങിക്കുകയാണെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്നേ വാങ്ങിക്കത്തുള്ളൂ. ഇങ്ങനെ പല തരത്തിലുള്ള ഒബ്ജക്ഷനുകൾ പറയും. ഇപ്പോൾ വേണ്ടെന്ന് പറയുന്ന കസ്റ്റമറെ കൊണ്ട് നമുക്ക് എങ്ങനെ ഇപ്പോൾ തന്നെ വാങ്ങിപ്പിക്കാം? നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചൊരു കസ്റ്റമറെ എങ്ങനെ ഹാപ്പി ആക്കിയിട്ട് വിടാം? 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നൊരു കസ്റ്റമറെ നമുക്ക് എങ്ങനെ അപ്സെല്ല് ചെയ്യുന്നത് വഴി, ക്രോസ് സെല്ല് ചെയ്യുന്നത് വഴി 2000-ൻ്റെയും 10,000-ൻ്റെയും 25,000-ൻ്റെയും കസ്റ്റമർ ആക്കിയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? ഇതെല്ലാം നമ്മുടെ സെയിൽസ് ടീം അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് വൺ ഓഫ് ദ ഓൺലി ബെസ്റ്റ്. ഇത് ലൈഫ് വെർത്താണ്. അതായത് കച്ചവടം ചെയ്യണമെങ്കിൽ ആ കച്ചവടത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതൊരു പുതിയൊരാൾക്കും സെയിൽസ് ബിസിനസ്സിൽ വന്ന് കൃത്യമായി പഠിച്ച് വളരാനുള്ളൊരു അവസരം ഈ ഒരു ട്രെയിനിങ് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സയൻസ് ആൻഡ് ആർട്ട് ഓഫ് സെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ഡേ ആയിരുന്നു ഇന്ന്. പലപ്പോഴും പരിശീലനമെന്നും സെയിൽസ് ട്രെയിനിങ് എന്നും പറഞ്ഞ് കൊടുക്കുന്നത് മുൻകാലങ്ങളിൽ ചെയ്ത് പരിചയമുള്ള അയാൾ ചെയ്ത അതേ കാര്യങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. അഡ്വാൻസ്ഡ് ആയ പല സ്ട്രാറ്റജീസും പറഞ്ഞു കൊടുക്കാറില്ല. കസ്റ്റമർ ബിഹേവിയറിനനുസരിച്ചിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സെയിൽസ് ട്രെയിനിങ് പലർക്കും അറിയില്ല. ഒത്തിരി കമ്പനികളുമായിട്ട് സെയിൽസ് ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങും ചെയ്തൊരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഒരു കമ്പനിയിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് പലപ്പോഴും കൊടുക്കാറില്ല. മറിച്ച് മുൻകാലങ്ങളിൽ ചെയ്ത് പരിചയമുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്ന ശരിയും തെറ്റുമായ കാര്യങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ളൊരു ലേണിംഗ് ആണ് പലപ്പോഴും സെയിൽസ് ടീമിന് കിട്ടാറുള്ളത്. പിന്നെ സെയിൽസ് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും കൊടുക്കുന്ന പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മോട്ടിവേഷൻ മാത്രമാണ്. സെയിൽസ് ടീമിന് വേണ്ടത്, ബിസിനസ്സുകാർക്ക് വേണ്ടത് സെയിൽസ് കൂട്ടാൻ മോട്ടിവേഷൻ അല്ല. മോട്ടിവേഷൻ ഒരു 5% ആവാം, പക്ഷേ സെയിൽസ് കൂട്ടാനും ബിസിനസ് കൂട്ടാനും വേണ്ടത് സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറെ കാണേണ്ടത്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സെയിൽസ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. ആ കമ്പനിക്കകത്ത് കസ്റ്റമറെ എപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കും. ഏതൊരു സെയിൽസ്മാൻ വന്നു കഴിഞ്ഞാലും അയാളൊരു സൂപ്പർ എഫക്റ്റീവായ സെയിൽസ്മാൻ ആകാൻ ആവശ്യമായിട്ടുള്ള സെയിൽസ് പ്രോസസ്സ് എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കമ്പനിയുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടേണ്ടത്, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്, ഓൺലൈനായിട്ട് എങ്ങനെ സെല്ല് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ്സുകാരൻ, ഒരു സെയിൽസ്മാൻ, ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഒരു സെൽഫ് എംപ്ലോയർ അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സെയിൽസ് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ എന്തെങ്കിലും മോട്ടിവേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ അയാളെ പഠിപ്പിച്ചുകൊണ്ടോ അയാൾക്കൊരിക്കലും മാറിയ സാഹചര്യത്തിൽ വിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഒരു സൂപ്പർ പ്രൊഡക്റ്റീവായ സെയിൽസ് ടീമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അതല്ല നിങ്ങളാണ് ഇനി സെയിൽസ്മാൻ, നിങ്ങളാണ് സെൽഫ് എംപ്ലോയി, നിങ്ങളാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നിങ്ങളുടെ സെയിൽസ് ഒരു 10 ഇരട്ടി കൂട്ടണം, 100 ഇരട്ടി കൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെല് ചെയ്യേണ്ടത്, കസ്റ്റമർ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെയിൽസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 2 ദിവസത്തെ സെയിൽസ് വർക്ക്ഷോപ്പ്. മാറ്റങ്ങൾക്ക് തയ്യാറാവാത്ത നല്ല പല ഓണർമാരും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റത്തിന് വിധേയമായും അതിലൂടെ നമ്മുടെ ബിസിനസ് ഒന്നുകൂടിയും ഉഷാറാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഓരോ ആളുകളുടെയും എനർജി ലോസ് ചെയ്യാണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നേക്കൊരു വർത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എത്രയും മൈക്രോ ആയിട്ടുള്ള കുറേ പോയിന്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു.
വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. So from the past 2 days, I've been attending the sessions and the knowledge that I gained from this session was really amazing. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ സെയിൽസ് ടീമിൽ അംഗമാണെങ്കിലും ഇനി അതല്ല നിങ്ങൾ സെൽഫ് എംപ്ലോയ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ബിസിനസ്സുകാർക്ക് പങ്കെടുക്കാം, സെയിൽസ് ടീം അംഗങ്ങൾക്ക് പങ്കെടുക്കാം, സെയിൽസ് ലീഡേഴ്സിന് പങ്കെടുക്കാം. ഡയറക്റ്റ് മാർക്കറ്റിംഗിലും സെൽഫ് എംപ്ലോയ്മെൻറ്റിലുമുള്ള ആളുകൾക്ക് മുഴുവൻ പങ്കെടുക്കാൻ പറ്റുന്ന കേരളത്തിലെ നമ്പർ 1 സെയിൽസിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വർക്ക്ഷോപ്പാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെയിൽസ് റീ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് 10 ഇരട്ടി ഗ്രോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീം അംഗങ്ങൾ വേറെ എവിടെയില്ലാത്ത സൂപ്പർ സെയിൽസ് ടീമാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി.